ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു IPSR കാസ്റ്റ്. ഓട്ടോമേഷൻ കാലവും കടന്ന് ഒരു AI യുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ ഒരു AI കാലഘട്ടത്തിൽ ഒരു IT കരിയർ നോക്കുന്ന ഒരു കാൻഡിഡേറ്റിന് വൺ ഓഫ് ദ ഹോട്ടായി നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ്. ക്ലൗഡ്, ഡെവോപ്സ്, സൈബർ സെക്യൂരിറ്റി പോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള IT ജോലിയിലേക്കുള്ള ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു ഗേറ്റ് വേ എന്ന് പറയുന്നതാണ് ഈ ഒരു റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് ടെക്നോളജി. സോ ഈ ഒരു ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിയാനായി today, we have Mr. Sen John Proudence. He is a manager of technical services at IPSR. He's a Red Hat certified architect and instructor with over 15 years of experience. He holds an MSc in computer networking from London Metropolitan University. He has experience working both in India and UK. He has trained candidates from America, Europe, the Middle East, Africa, and the Asia Pacific region. So welcome, Sen, to the discussion. Okay, thank you. എന്താണ് റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ. നമ്മൾ ചാറ്റ് GPT ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മറു സൈഡ് ചിന്തിച്ചു നോക്കണം. ഈ ചാറ്റ് GPT നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ട് വരുന്നു. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? സോ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള CPU, മെമ്മറി, അതുപോലെ GPU ഇതെങ്ങനെയൊക്കെ കിട്ടുന്നു? അതാണ് ഓപ്പൺഷിഫ്റ്റ് AI. ഇപ്പൊ ഓപ്പൺഷിഫ്റ്റ് AI ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ AI വർക്ക് ലോഡ്സ് അല്ലെങ്കിൽ ML വർക്ക് ലോഡ്സ് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനുള്ള ഈ വർക്ക് ലോഡ് റൺ ചെയ്യാനുള്ള റിസോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPU, മെമ്മറി, GPU ഇത് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ റെഡ് ഹാറ്റിന്റെ സൈഡിൽ വന്ന് ചിന്തിക്കുകയാണെങ്കിൽ റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ്. ഈ റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. അപ്പൊ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ, അതിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഡോക്കർ, പോഡ്മാൻ, അല്ലെങ്കിൽ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ പറയുകയാണെങ്കിൽ ക്യൂബനെറ്റ്. ഇങ്ങനെ ഈ കണ്ടെയ്നറൈസേഷനും കണ്ടെയ്നർ ഓർക്കസ്ട്രേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റെഡ് ഹാറ്റിന്റെ ഒരു എന്റർപ്രൈസ് പ്രൊഡക്റ്റ് ആണ് റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് ഈ റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് AI റൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് ഉള്ള ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ മേജർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള CPU, മെമ്മറി, അല്ലെങ്കിൽ ഈ GPU അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് ആവശ്യമുള്ള സമയങ്ങളിൽ വരികയും വേണം, ആവശ്യമില്ലാത്ത സമയത്ത് അത് ലോ ആവുകയും ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്നത് ഓട്ടോ സ്കെയിലിംഗ്. അപ്പൊ അതായത് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ ഓപ്പൺഷിഫ്റ്റിനകത്ത് വരുന്നത്. AI വന്നത് കൊണ്ട് റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് ടെക്നോളജീസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണല്ലോ. അതിനുള്ള കാരണം ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പൺഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോം ഓഫ് എ സർവീസ് ആണ്. അപ്പൊ അത് അതിന്റെ അകത്ത് കണ്ടെയ്നറൈസേഷൻ ടെക്നോളജി ഉണ്ട്, കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ടെക്നോളജി ഉണ്ട്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് റെഡ് ഹാറ്റിന്റെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം ഓഫ് എ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്പൺഷിഫ്റ്റ് AI എന്ന് പറയുന്നത് ചാറ്റ് GPT പോലുള്ള ഒരു AI ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ AI റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ലോഡുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ഓപ്പൺഷിഫ്റ്റ് AI ഉപയോഗിക്കാം. പക്ഷേ ഈ ഓപ്പൺഷിഫ്റ്റ് AIക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ലൈക്ക് CPU, മെമ്മറി, GPU, സ്റ്റോറേജ് ഇതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അതിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഓപ്പൺഷിഫ്റ്റിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ കൂടി AI കുറച്ച് പേരുടെ ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വർക്ക് ലോഡ് എങ്ങോട്ട് വരികയാണ്? AIയിലോട്ട് വരികയാണ്. ആ AI വർക്ക് ലോഡ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഹാർഡ്വെയർ ലെവലിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ലെവലിലോ ഒക്കെ കൂടുതൽ റിസോഴ്സ് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതിലൊരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഓപ്പൺഷിഫ്റ്റിനെ ഇവിടെ കാണുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയും നാൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വർക്ക് ലോഡ്സ് ഓപ്പൺഷിഫ്റ്റ് പോലുള്ള ടെക്നോളജിലോട്സ് വരും. അപ്പൊ അതിനു വേണ്ടി മാനേജ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് ആ രീതി നോക്കുമ്പോൾ ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുകയുള്ളൂ. സോ ഇപ്പോൾ മാത്രമല്ല, മുന്നോട്ടേക്കും ഹോട്ടായി നിൽക്കുന്ന ഒരു ടെക്നോളജിയാണ് റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു റെഡ് ഹാറ്റ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഈ ടെക്നോളജി ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇതുവരെയുള്ള ഒരു വർക്ക് ലോഡ് ആയിരിക്കത്തില്ല ഇനി ഓപ്പൺഷിഫ്റ്റ് ടെക്നോളജിയോട്ട് വരാൻ പോകുന്നത്. അതനുസരിച്ചുള്ള എഞ്ചിനീയേഴ്സിനെയും ആർക്കിടെക്ട്സിനെയും അഡ്മിനിസ്ട്രേഷനെയും എല്ലാം ഇനി ആവശ്യം വരും. സോ ഈ ഒരു റെഡ് ഹാറ്റ് ഓപ്പൺഷിഫ്റ്റ് ടെക്നോളജിയിൽ ജോലി നേടാനായി എന്ത് പഠിക്കണം? അതിന്റെ കരിയർ പാത്വേ എന്തൊക്കെയായിരിക്കും കോഴ്സിൽ പഠിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് റെഡ് ഹാറ്റിന്റെ എന്റർപ്രൈസ് OS ആയ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ് ഇപ്പോൾ വേർഷൻ 9 ആണ്. 8 ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, നൗ RHEL is not a operating system, it's a foundation for all the new technologies like ML, IoT, AI, etc.
അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ റൺ ചെയ്യുന്ന ഏത് കോഴ്സ് ആയാലും ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഈവൻ സോഫ്റ്റ്വെയർ കോഴ്സസ് ആയിക്കോട്ടെ, ഈവൻ ഡെവലപ്പേഴ്സ് പോലും ലിനക്സ് അറിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഈ കോഴ്സിന്റെ എല്ലാം തുടക്കത്തിൽ നമ്മളിവിടെ ഡെലിവർ ചെയ്യുന്ന കോഴ്സ് RHES അല്ലെങ്കിൽ മോഡ്യൂൾ എന്ന് പറയുന്നത് RHES, റെഡ് ഹാറ്റിന്റെ അല്ലെങ്കിൽ വൺ ഓഫ് ദി ലിനക്സ് സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്ന് പറയുന്ന RHES ആണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്. RHES കോഴ്സ് 2 മോഡ്യൂളാണ്, SA1 SA2. അതിൽ SA1 ബേസിക് ലിനക്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് നമ്മൾ ആദ്യമേ തുടങ്ങേണ്ട ഓപ്പൺ സോഴ്സ് എന്താണ്, ദെൻ ലിനക്സ്, ദെൻ റെഡ് ഹാറ്റ് എന്റർപ്രൈസ് ലിനക്സ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോഴ്സിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ RHES ആണ്. അതിനുശേഷം ഇതൊരു മാനുവൽ അഡ്മിനിസ്ട്രേഷൻ ആണ് RHES എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂടിയേ മതിയാവും. നമ്മൾ ഓട്ടോമേഷനും കടന്ന് AI ഉള്ള കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ജസ്റ്റ് മാനുവൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഒരു പ്രൊജക്റ്റോ ഒരു ടാസ്കുകളോ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ്സിന്റെ അനുസരിച്ചുള്ള സമയം അനുസരിച്ചുള്ള രീതിയിൽ കവർ ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമേഷൻ ആണ് ആദ്യമേ നമ്മൾ കവർ ചെയ്യുന്നത് ഈ ആഫ്റ്റർ ലിനക്സ് മാനുവൽ അഡ്മിനിസ്ട്രേഷൻ. അതിനുവേണ്ടി നമ്മൾ ആൻസിബിൾ ഉപയോഗിക്കുന്നു. AI വരുന്നതിന് മുമ്പ് ആൻസിബിൾ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്ലേ ബുക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും ഒരു വെബ്സൈറ്റ് ഒക്കെ ആക്സസ് ചെയ്യുന്നതാണ്. ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വെബ് സെർവർ പോരാ, ലോഡ് ബാലൻസ് ചെയ്യണം. 1, 2, 10, 100 പേരല്ല ആക്സസ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ 1000 പേരായിരിക്കും, ചില സമയങ്ങളിൽ 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഇത് സ്കെയിൽ ഔട്ട് ആകണം, ആവശ്യമില്ലാത്ത സമയത്ത് സ്കെയിൽ ഇൻ ആകണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇത് മാനേജ് ചെയ്യുന്നത്. അത് വീണ്ടും ഓട്ടോമേറ്റും ചെയ്യുന്നു. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി മാനുവൽ അഡ്മിനിസ്ട്രേഷന് മാനുവൽ ഇന്റർവെൻഷൻ വേണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ വരുന്നത് മാനുവലി നമ്മൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യേണ്ടി വന്നു. AI കാലഘട്ടം വന്നപ്പോൾ ലിനക്സിൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ AI ഉപയോഗിച്ചെങ്കിൽ ആൻസിബിൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ലിനക്സിൽ ലേണിംഗ് പാർട്ട്ണർ ആയിട്ടുള്ള AI ആൻസിബിൾ പഠിക്കുമ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് വരുന്നത് ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ട്ണർ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പാർട്ട്ണർ ആയിട്ടാണ് നമ്മൾ AI ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മാനുവലി ക്രിയേറ്റ് ചെയ്യേണ്ടിയുള്ള സ്ക്രിപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പം റീസെന്റ് വന്ന ഒരു റെഡ് ഹാറ്റ് ആൻസിബിൾ പ്രൊഡക്റ്റ് ആണ് ആൻസിബിൾ ലൈറ്റ് സ്പീഡ് എന്ന് പറയും. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവരും ChatGPT ഉപയോഗിച്ച് പരിചയമുള്ളവരാണ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന അനുസരിച്ചുള്ള അല്ലെങ്കിൽ പറയുന്ന പ്രോംപ്റ്റ് അനുസരിച്ചുള്ള രീതിയിലുള്ള റിസൾട്ട് വരുന്നു. സെയിം വേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു വെബ് സെർവർ അല്ലെങ്കിൽ 1000 വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഹൗ ടു ക്രിയേറ്റ് അല്ലെങ്കിൽ റൈറ്റ് എ പ്ലേ ബുക്ക് ഫോർ സെറ്റിംഗ് അപ്പ് എ വെബ് സെർവർ എന്ന് പറയുമ്പോൾ ChatGPT-യിൽ വരുന്നത് പോലെ തന്നെ ഈ ആൻസിബിൾ ലൈറ്റ് സ്പീഡിനകത്ത് നിങ്ങൾ ഇതൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ് സെർവർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ട എന്തൊക്കെ കമാൻഡ്സ് അല്ലെങ്കിൽ എന്തൊക്കെ മോഡ്യൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ വേരിയബിൾസ് ആണോ വേണ്ടത് അതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് വരും. ഇനി അടുത്ത ലെവലിലോട്ട് പോവുകയാണെങ്കിൽ അതാണ് ഓപ്പൺ ഷിഫ്റ്റ് AI. ഇപ്പൊ ഓപ്പൺ ഷിഫ്റ്റ് AI ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ AI വർക്ക് ലോഡ്സ് അല്ലെങ്കിൽ ML വർക്ക് ലോഡ്സ് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനുള്ള ഈ വർക്ക് ലോഡ് റൺ ചെയ്യാനുള്ള റിസോഴ്സസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPU, മെമ്മറി, GPU ഇത് ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ റെഡ് ഹാറ്റിന്റെ സൈഡിൽ വന്ന് ചിന്തിക്കുകയാണെങ്കിൽ റെഡ് ഹാറ്റ് ഓപ്പൺ ഷിഫ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിലാണ് ഈ റെഡ് ഹാറ്റ് ഓപ്പൺ ഷിഫ്റ്റ് AI റൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് ഉള്ള ഒരു റിക്വയർമെന്റ് അല്ലെങ്കിൽ മേജർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള CPU, മെമ്മറി അല്ലെങ്കിൽ ഈ GPU അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് ആവശ്യമുള്ള സമയങ്ങളിൽ വരികയും വേണം, ആവശ്യമില്ലാത്ത സമയത്ത് അത് ലോ ആവുകയും ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്നത് ഓട്ടോ സ്കെയിൽ. അപ്പൊ അതായത് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ ഓപ്പൺ ഷിഫ്റ്റിനകത്ത്. ഈ ഒരു റെഡ് ഹാറ്റ് ടെക്നോളജിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഷെയർ ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് മിസ്റ്റർ സെൻ. സോ ക്ലൗഡ്, ഡെവോപ്സ്, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ ട്രെൻഡിങ് ടെക്നോളജീസിൽ ജോലി നേടാനായി അല്ലെങ്കിൽ ഒരു IT കരിയർ നോക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോളോ വാട്സാപ്പോ ചെയ്യുകയാണെങ്കിൽ IPSRലെ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സായി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് കണ്ടെത്തി അതിന് അനുയോജ്യമായ ഒരു കോഴ്സ് അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. Are you confused about what to choose as the next step towards your career? Contact us and our educational counselors will help you out. If you have any IT-related doubts, you may comment below so that we can help you answer those questions in our IPSR Cast series. I will leave the link of the IPSR Cast playlist in the description as well. So, see you in the next video of IPSR Cast. Thank you and have a great day.